നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ഇക്കുറി അക്കൗണ്ട് തുറക്കുമെന്നാണ് ന്യൂസ് 18 അഭിപ്രായ സർവേയിൽ പറയുന്നത്. NDA മുന്നണി ഇക്കുറി കേരളത്തിൽ 2 സീറ്റ് നേടുമെന്നാണ് സർവേ ഫലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് നേടിയ UDF ഇക്കുറി നേടുന്നത് 14 സീറ്റ് മാത്രം. LDFന് 4 സീറ്റ്. 2014 പൊതുതെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 20 സീറ്റിൽ 1 സീറ്റ് മാത്രമായിരുന്നു LDF നേടിയത്. എന്നാൽ ഇക്കുറി LDF 4 സീറ്റ് നേടുമെന്നാണ് ന്യൂസ് 18 പറയുന്നത്. കേരളത്തിൽ NDAയ്ക്ക് 18% വോട്ട് ഷെയർ ഇക്കുറി ലഭിക്കുമെന്ന് ന്യൂസ് 18 സർവേ ഫലം പറയുന്നു. UDFന് 47% വോട്ടുകൾ. സംസ്ഥാനത്തെ ഭരണകക്ഷിയായ LDFന് 35% വോട്ടുകൾ. 21 പ്രധാന സംസ്ഥാനങ്ങളിലെ 518 സീറ്റുകളിലെ സർവേ ഫലമാണ് ഇന്നും നാളെയുമായി ന്യൂസ് 18 പുറത്തുവിടുന്നത്. 95% ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സർവേകളിൽ ഒന്നാണ് ഇതെന്ന് ന്യൂസ് 18 അവകാശപ്പെടുന്നു. 1,18,616 പേരിൽ നടത്തിയ സർവേ ആധാരമാക്കിയാണ് ഈ ഫലമെന്ന് ന്യൂസ് 18 വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ സൂചികകളെക്കുറിച്ചും വോട്ടർമാരുടെ നിലപാടുകളെക്കുറിച്ചും പരിഗണനകളെക്കുറിച്ചുമൊക്കെ വെളിച്ചം വീശുന്ന സർവേ എന്നാണ് ന്യൂസ് 18 ഈ സർവേയെ വിശേഷിപ്പിക്കുന്നത്. ന്യൂസ് 18 സർവേ പ്രകാരം ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ മണ്ഡലങ്ങളിൽ 77 BJP നേടും. രാജ്യഭരണത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് ഉത്തർപ്രദേശിൽ നേടുന്ന വിജയം. ഇക്കുറി BJPയുടെ നേതൃത്വത്തിലുള്ള NDA വിജയക്കൊടി പാറിക്കുമെന്നാണ് സർവേ ഉറപ്പിച്ചു പറയുന്നത്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അടങ്ങിയ ഇന്ത്യ സഖ്യം വെറും 2 സീറ്റുകളിൽ മാത്രം ഉത്തർപ്രദേശിൽ ഒതുങ്ങുമെന്നാണ് സർവേ ഫലം പറയുന്നത്. BSP 1 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരം BJP നേതൃത്വത്തിലുള്ള സഖ്യം ഉത്തർപ്രദേശിൽ നേടുന്നത് 57% വോട്ടുകൾ. അതേസമയം ഇന്ത്യ സഖ്യം 26%, BSP 9%, മറ്റുള്ളവർ 8%. എങ്ങനെയാണ് വോട്ടിന്റെ ശതമാന കണക്കുകൾ? രാജ്യത്തെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യതയുള്ളയാൾ നരേന്ദ്രമോദി എന്ന് സർവേ ഉറപ്പിക്കുന്നു. 3ാം തവണയും മോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നാണ് സർവേ ഫലം ഉറപ്പിക്കുന്നത്. സർവേയിൽ പങ്കെടുത്ത 59% ആളുകളും രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ നേതാവായി കണക്കാക്കുന്നത് നരേന്ദ്രമോദിയെ തന്നെ. നരേന്ദ്രമോദിക്ക് പിന്നിൽ 2ാം സ്ഥാനത്തെത്തുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യ സഖ്യത്തിന്റെ മുഖമായ രാഹുൽ ഗാന്ധി പക്ഷേ വളരെ പിന്നിലാണ്. 21% ആളുകൾ മാത്രമാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് 3ാം സ്ഥാനത്തുള്ളത്. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളാണ് മമതയ്ക്കൊപ്പം 3ാം സ്ഥാനം പങ്കുവയ്ക്കുന്ന മറ്റൊരു നേതാവ്. ഇരുവർക്കും 9% ആളുകളുടെ പിന്തുണ. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിക്ക് 30 സീറ്റുകൾ. NDA സഖ്യം ഇക്കുറി തമിഴ്നാട്ടിൽ നേടുക 5 സീറ്റുകൾ എന്നാണ് സർവേ ഫലം പറയുന്നത്. BJP നേതൃത്വത്തിലുള്ള NDA സഖ്യം തമിഴ്നാട്ടിൽ 5 സീറ്റുകൾ വരെ നേടും എന്ന് സർവേ ഫലം പറയുന്നു. ഇന്ത്യ സഖ്യത്തിന് 51% വോട്ട് വിഹിതം പ്രതീക്ഷിക്കുമ്പോൾ NDA 13% വോട്ട് വിഹിതം മാത്രമാണ് തമിഴ്നാട്ടിൽ കൈവരുത്തുക. AIDMK സീറ്റുകളുടെ കാര്യത്തിൽ അഭിപ്രായ വോട്ടെടുപ്പിൽ വെറും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഏകദേശം 17% വോട്ടുകൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിയുക. തമിഴ്നാട്ടിൽ ആകെ 39 ലോക്സഭാ സീറ്റുകൾ. ഇതിൽ 32 പൊതു സീറ്റുകളാണ്. 7 പട്ടികജാതി സ്ഥാനാർത്ഥികൾക്ക് സംവരണം ചെയ്തിരിക്കുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ DMK നേതൃത്വത്തിലുള്ള സഖ്യം 39 38 സീറ്റുകളും നേടി മികച്ച വിജയം കൈവരിച്ചിരുന്നു. DMK ഇന്ത്യ മുന്നണിയിൽ ചേരുകയും BJP നേതൃത്വത്തിലുള്ള NDAയ്ക്ക് AIDMKയുടെ പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്തതോടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി ഗണ്യമായി മാറി. എങ്കിലും NDA സഖ്യം 5 സീറ്റുകൾ നേടും എന്ന പ്രവചനമാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ തമിഴ്നാടിനെ ശ്രദ്ധേയമാക്കുന്നത്. സമീപകാലത്ത് ഹിന്ദുമതത്തെയും സനാതന ധർമ്മത്തെയും കുറിച്ച് ഭരണകക്ഷിയായ DMKയുടെ വിവാദ പ്രസ്താവനകളും BJPയുമായി രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്ക് കാരണമായി. സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള BJP ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തെ ഭാഗ്യം മാറ്റിപ്പരീക്ഷിക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്തായാലും കേരളത്തിൽ 2 സീറ്റ്, തമിഴ്നാട്ടിൽ NDAയ്ക്ക് 5 സീറ്റ്. ഇതാണ് ന്യൂസ് 18 പ്രവചനം.
ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടും എന്ന് കാത്തിരുന്ന് കാണാം. പത്മിനി ശെൽവൻ, തമ്പാനൂർ സതീഷ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ ഇന്ന് BJP പാളയത്തിലെത്തിച്ച് തിരുവനന്തപുരത്ത് BJP വെടിക്കെട്ട് പ്രകടനമാണ് ഇന്ന് നടത്തിയത്. തുടക്കത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചു എങ്കിലും പ്രചരണത്തിൽ അത് ഉണ്ടാകരുത് എന്ന കർശന നിഷ്കർഷയാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. BJP ഉണർന്നു പ്രവർത്തിക്കുന്നു എന്ന സൂചനകൾ ഇപ്പോൾ ചില മണ്ഡലങ്ങളിൽ പ്രകടമാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ആലപ്പുഴ, തൃശൂർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും ശക്തമായ പ്രചരണങ്ങൾക്ക് BJP മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ന്യൂസ് 18 പ്രവചനം BJP പ്രവർത്തകർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതാണ്. നിർണായക സമയത്ത് NDAയ്ക്ക് കരുത്തു പകരുന്ന ഒരു സർവേ ഫലം. പ്രത്യേകിച്ച് കേരളത്തിൽ NDAയ്ക്കുറി 2 സീറ്റുകൾ നേടും എന്ന് പ്രവചിക്കുമ്പോൾ അതിൽ ആവേശഭരിതരാകുന്നത് BJP പ്രവർത്തകർ തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.